ഹലോ, എല്ലാവർക്കും ഉമാസ് കിച്ചണിലേക്ക് വലിയൊരു സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വറുത്തരച്ച മുട്ടക്കറിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഏറ്റവും ആദ്യം ഇൻഗ്രീഡിയൻസ് കാണിക്കുന്നതിന് മുന്നേ നമുക്ക് അതിന് വേണ്ടിയുള്ള അരപ്പിൻ്റെ സാധനങ്ങൾ നോക്കാം. അപ്പോൾ അതിന് ഞാൻ അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10-20 കുരുമുളക് മണി, 2-3 ഉലുവ, പിന്നെ 1/4 ടീസ്പൂൺ ജീരകം, 4-5 വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ പറങ്കിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി. അപ്പോൾ നമുക്ക് ഇതൊക്കെ ആദ്യം ഒന്ന് വറുത്തെടുത്തിട്ട് വരാം. അപ്പോൾ ചൂടായ പാത്രത്തിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ആ വെളിച്ചെണ്ണയും കൂടെ നല്ലോണം ചൂടായി വരാൻ വെയിറ്റ് ചെയ്യാം നമുക്ക്. അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾക്ക് കുരുമുളകും ജീരകവും വെളുത്തുള്ളി അല്ലിയും എല്ലാം ഈ തേങ്ങയുടെ കൂടെ തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്കിതൊന്ന് നന്നായി നല്ല ബ്രൗൺ കളർ ആവണ്ട, എന്നാലും കുറച്ചൊക്കെ ഒരു മീഡിയം ലെവലിലെ ആ ഒരു ഇതായാൽ മതി. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. കണ്ടില്ലേ, തേങ്ങയെല്ലാം ഇതുപോലെ ഒന്ന് ബ്രൗൺ നിറായി വന്നാൽ മതി. നമ്മൾക്ക് ഇപ്പം തന്നെ അതിലേക്ക് മല്ലിപ്പൊടി, പറങ്കിപ്പൊടി, മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. തീ കുറച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഇതൊക്കെ നമുക്കിനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തീ കുറച്ചിട്ടാണുള്ളത്, അല്ലെങ്കിൽ മസാലപ്പൊടിയെല്ലാം കരിഞ്ഞു പോകും. അപ്പോൾ ഇതൊക്കെ നമ്മൾക്കൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ തീ ഓഫാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രത്തിൻ്റെ ചൂട് കിടന്നതൊന്ന് റോസ്റ്റ് ആയിക്കോളും. അപ്പോൾ ഇതിന് നമ്മൾക്കൊന്ന് ചൂടാറാൻ വെക്കാം. ചൂടാറിയതിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ മുട്ടക്കറി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാത്രം അടുപ്പിൽ വെച്ചിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾക്ക് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് 4 സവാള ചെറുതായി വളരെ പൊടിയായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഉള്ളി നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ 10-15 അല്ലി വെളുത്തുള്ളിയും ഒരു മീഡിയം സൈസ് ഇഞ്ചിയും ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. ഇതുകൂടി ഞാൻ ഈ ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ ഇത് നന്നായി പെട്ടെന്ന് വഴഞ്ഞ് വരാൻ വേണ്ടി നമുക്ക് ഇത്തിരി ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് 2 മീഡിയം സൈസ് നല്ല പഴുത്ത തക്കാളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഈ തക്കാളിയെല്ലാം അതിൽ കിടന്ന് നല്ല പോലെ ഒന്ന് വെന്ത് വരുന്നത് വരെ നമുക്കൊന്ന് ചെറിയ തീയിലിട്ടിട്ട് ഒരു 4-5 മിനിറ്റ് വെച്ച് കൊടുക്കാം. അപ്പോൾ തക്കാളിയെല്ലാം നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട്. നമ്മൾക്ക് ഇതിലേക്ക് നല്ല ഫൈനായി അരച്ച് വെച്ച മസാലക്കൂട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ആ മസാലക്കൂട്ട് ഈ ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും പച്ചമുളകെല്ലാം വഴറ്റിയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് തീ കൂട്ടിയിട്ട് തന്നെ വെച്ചോളൂ. അപ്പോൾ ഇനി നമ്മൾ ഗ്രേവി ഒഴിച്ചത് കൊണ്ട് കരിഞ്ഞു പോകാനൊന്നും ചാൻസ് ഇല്ല. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് മിക്സി കഴുകിയ വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മസാലക്കൂട്ട് എല്ലാം ഞാൻ ഇതിൽ നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി നമുക്ക് ആവശ്യത്തിന് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമുക്ക് ആദ്യം കുറച്ച് മാത്രം ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾക്ക് ഈ ഗ്രേവിയെല്ലാം നന്നായി ഒന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അരപ്പൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് 3 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു,
അതെല്ലാം പിന്നെ 4 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതുകൂടി ഈ ഗ്രേവിയിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ മുറിച്ച് വെച്ച മുട്ടയുടെ പീസൊക്കെ ഞാൻ ആ ഗ്രേവിയിലോട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇത് പിന്നെ ഒന്നും കയ്യിലിടാൻ പാടില്ല. നമ്മൾക്ക് ആവശ്യത്തിനുള്ള ഗ്രേവി പിന്നെ അവിടെ നമ്മൾക്കിത് ഈ കറി റെഡിയാക്കി എടുക്കാം. അപ്പോൾ മുട്ടയുടെ പീസൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് 3-4 മിനിറ്റ് നന്നായി ഒന്ന് തിളച്ചിട്ട് ഗ്രേവിയൊക്കെ നല്ല പാകത്തിനായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലത്തെ മഞ്ഞ പിന്നെ അത് ഈ ഗ്രേവിയിലോട്ട് പിന്നെ കലർന്നാൽ കുഴപ്പമൊന്നുമില്ല. അതിന് പ്രത്യേകിച്ചിന് ഒരു ടേസ്റ്റ് ആയിരിക്കും. കണ്ടില്ലേ, ചാറൊക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയാണിത്. പിന്നെ തേങ്ങ വറുത്തിറക്കേണ്ട ഒരു ചെറിയ ഒരു ടൈമേ ഇതിന് വേണ്ടൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.